ഈ മാമ്പഴം വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്ത് കോരിയെടുക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ആ ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ശർക്കര പാനി മാങ്ങയും കൂടെ ഒക്കെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു ഫ്രൂട്ടിയുടെ സ്മെല്ലാണ്. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2ാം പാലൊക്കെ വറ്റി വന്നതിന് ശേഷം 1ാം പാൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണല്ലോ, അപ്പം ഈസിലി നമുക്കിതൊക്കെ അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Da